ഹലോ ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ ഉച്ചയായിട്ടുണ്ടേ. ഇത് ഇപ്പോഴും കഴിഞ്ഞ ദിവസത്തെ സ്നോ ഇത്തിരിയൊക്കെ ഉണ്ട് കേട്ടോ, അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. എന്നാലും കൂടുതലും പോയിട്ടുണ്ട്. കണ്ടോ, ഇന്നിപ്പോൾ ഇച്ചിരി വെയിലുള്ള ദിവസമാണ്. പക്ഷെ ഇന്നും -ഡിഗ്രി തന്നെയാണ് ഇവിടെ. ചൂടൊന്നും ഇല്ല, നല്ല തണുപ്പുണ്ട് അത്യാവശ്യം. ഇപ്പം നമ്മളൊന്ന് പുറത്തോട്ട് പോവുകയാണ് കേട്ടോ. ഇവിടുത്തെ ബസ് എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാവേ. ഇന്നലെ ഇവിടെയൊക്കെ ഫുള്ള് പടക്കം പൊട്ടിക്കലായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. രാത്രി 12 മണിയായപ്പം കുറേ പേര് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിന്ന് പൊട്ടിക്കുമായിരുന്നു. പക്ഷെ റോഡ് നോക്കി ഒരൊറ്റ പടക്കം പോലും ഇല്ല കേട്ടോ. റോഡിൽ ഫുള്ള് അവർ ക്ലീൻ ആക്കിയിട്ടുണ്ട്. പൊട്ടിക്കുന്നവർ തന്നെ എല്ലാം ക്ലീൻ ചെയ്യുവേ റോഡ്. ഇവിടെ സ്നോ വീണ് കഴിഞ്ഞാൽ മിക്കവരും ഇവിടെ സാൾട്ട് കൊണ്ടുവന്നിടുവേ. അത് പെട്ടെന്ന് തന്നെ ഈ സ്നോ മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അവിടെയൊക്കെ ഫുള്ള് സ്നോ ആയിട്ട് കിടക്കുവാണ്. കണ്ടോ, ഇവിടെയൊക്കെ ഫുള്ള് സ്നോ ആയിട്ട് കിടക്കുവാണ് കേട്ടോ. ഇതൊക്കെ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണേ. കാണുന്നത് ഒരു സമ്മർ ഹൗസ് ആണ്. ഇതിൻ്റെ ഇപ്പുറത്തും കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അവിടെ ഓരോ വർഷവും ഓരോന്നായിരിക്കും കേട്ടോ കൃഷി ചെയ്യുന്നത്. അപ്പൊ ഇത് കൃഷി സ്ഥലങ്ങളാണ് കേട്ടോ. ഇതും കൃഷി സ്ഥലങ്ങളാണ്. ഇവിടെ ഓരോ വർഷവും ഓരോന്നായിരിക്കും കൃഷി ചെയ്യുന്നത്. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ചോളമായിരുന്നു, അതിന് മുന്നത്തെ പ്രാവശ്യം ഇവിടെ ഗോതമ്പായിരുന്നു. അങ്ങനെ ഓരോ വർഷവും ഓരോന്നായിരിക്കും ഇവർ കൃഷി ചെയ്യുന്നത്. കണ്ടോ, ഇതൊക്കെ ഫുൾ ഇപ്പം മെൽറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ചില സ്ഥലത്ത് നമ്മൾ തെന്നിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പം സൂക്ഷിച്ചു വേണം നടക്കാനായിട്ട്. ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് ഇങ്ങനെയാണ്. അത് നമ്മുടെ ഊബാൺ സ്റ്റേഷനാണ് വരുന്നതാണ് കേട്ടോ ഇവിടുത്തെ ബസ്. ഇവിടെ ഇരിക്കാനായിട്ട് സ്ഥലമുണ്ട്, ബാക്കിലോട്ടുണ്ട്. റോഡൊക്കെ നോക്കിയാൽ നല്ല ക്ലീൻ ആയിട്ടാണ് കേട്ടോ കിടക്കുന്നത്. കണ്ടോ, നല്ല ക്ലീൻ ആയിട്ടാണ് കിടക്കുന്നത്. ഈ ഒരു ന്യൂ ഇയർ കഴിഞ്ഞതിന്റെ ഒരു ലക്ഷണം പോലും ഇല്ല കേട്ടോ. ഫുള്ള് നല്ല വൃത്തിയായിട്ടാണ് കേട്ടോ കിടക്കുന്നത്. ഫ്രണ്ടിലും ഡോറ് കാണും. നമ്മൾ കയറിയ ബാക്കിൽ നിന്നാണ്. ബാക്കിലും ഡോറ് കാണുവേ. ഇത് ഫ്രണ്ടിലാണ് കേട്ടോ ഡ്രൈവർ. സ്ഥലം കണ്ടോ, ഇത് കൃഷിക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലമാണ്. കണ്ടോ, നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. ഇത് കൃഷിക്കായിട്ട് വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇതിപ്പം വിന്റർ ആയതുകൊണ്ടാണ് ഇവിടെ കൃഷിയൊന്നും കാണാത്തത്. ആയതുകൊണ്ട് കൂടുതൽ ആൾക്കാരും നടക്കാനായിട്ടൊക്കെ ഇറങ്ങിയേക്കുവാണ് കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചൊരു കേക്കാണ് ഇത്. ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാവേ. ഇവിടെ അതിൻ്റെ ഇൻസ്ട്രക്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. ഉണ്ടാക്കാനായിട്ട് ഇതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നത് 50 ml മിൽക്കാണ്. അതൊരു കപ്പ് എടുത്തിട്ട് ഈ ഒരു പൊടിയുമായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ മൈക്രോവേവിലോട്ട് എടുത്ത് വെച്ചാൽ മതി. അപ്പം നമുക്ക് ഉണ്ടാക്കി നോക്കാം. ആ പാക്കറ്റ് പൊട്ടിച്ചപ്പം ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പം ഇതിലേക്ക് നമുക്ക് 50 ml മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ. ഇതിലാണ് ഉണ്ടാക്കേണ്ടത്. ഞങ്ങൾ പക്ഷേ ഇത് ഇപ്പോൾ ഒരു ബൗളിലാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇനി നമുക്കിത് ഓവനിലോട്ട് വെക്കാവേ. നമ്മളിത് അതിൻ്റെ അകത്തോട്ട് വെക്കുവാണേ. ഇത് നമ്മൾ 2 മിനിറ്റ് ആണ് വെച്ചത്. അപ്പോഴേക്കും ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. അപ്പം അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല മധുരമൊക്കെ ഉണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു കേക്കാണ്. നമുക്ക് കേക്ക് കഴിക്കാനായിട്ടൊക്കെ ഒരു കൊതി വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പം ഇത് ആരെങ്കിലും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണേ. ഇത് നമ്മുടെ റവയിലും മിക്ക സൂപ്പർ മാർക്കറ്റുകളിലും ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പൊ ഇച്ചിരി ഉള്ളിവട ഉണ്ടാക്കാൻ പോവുകയാണേ. വീട്ടിലെ ഉള്ളിവട കഴിക്കാനായിട്ടൊരു കൊതിയാവുന്ന കേട്ടോ. നമുക്കിവിടെ സാധാരണ കടകളിലൊന്നും അങ്ങനെ കിട്ടാറില്ല ഉള്ളിവടയൊന്നും. പിന്നെ നമ്മുടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളിൽ കിട്ടും കേട്ടോ. അല്ലാതെ നമുക്കിങ്ങനെ ബേക്കറിയോ അങ്ങനത്തെ സംഭവമൊന്നും ഇല്ല കേട്ടോ. അപ്പം ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വൈറ്റ് സവോള വെച്ചാണ്. എൻ്റെ കയ്യിലിപ്പം വൈറ്റ് കളറുള്ള സവോളയേ ഉള്ളൂ. അപ്പം അത് വെച്ച് നമുക്ക് ഉണ്ടാക്കാം ഉള്ളിവട. അറിയാമായിരിക്കുമല്ലോ ഉള്ളിവട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. നമ്മളിപ്പോൾ ഇത് ഇന്ത്യൻ സ്റ്റോറിൽ നിന്നാണ് ഈ ഒരു കടലമാവിൻ്റെ പൊടി വാങ്ങിച്ചേക്കുന്നത്. അപ്പം ഇതാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇതിലേക്ക് കടലമാവ് കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്, ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടി, ഗരം മസാല, ഉപ്പ്
ഇത്രയാണ് കേട്ടോ ഇതിൻ്റെ അകത്തേക്ക് വേണ്ടത്. എല്ലാവർക്കും അറിയാമായിരിക്കും ഉണ്ടാക്കാനായിട്ട്. ഇത് ജസ്റ്റ് ഞാനൊന്ന് പറയുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്ക് ഉണ്ടാക്കാം. അപ്പം മുളക് പൊടിയും ഉപ്പും ആഡ് ചെയ്ത് കൊടുത്തേ. നമ്മൾ സാധാരണ നാട്ടിൽ നിന്ന് വരുമ്പോഴാണ് മുളക് പൊടി കൊണ്ടുവരുന്നത്. നമ്മുടെ കയ്യിൽ തീർന്ന്, അതുകൊണ്ട് നമ്മൾ ഇന്ത്യൻ സ്റ്റോറിൽ നിന്നായിരുന്നു വാങ്ങിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മളിപ്പം 2-3 മാസമായിട്ട് തുർക്കി സ്റ്റോറിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. അവിടെ അത്യാവശ്യം നല്ല മുളക് പൊടിയാണ് കേട്ടോ കിട്ടുന്നത്. നമ്മുടെ ഇന്ത്യൻ സ്റ്റോറിലെക്കാട്ടിലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മുളക് പൊടിയാണ് ഇത്. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഗരം മസാലയാണ്. ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇച്ചിരി വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണേ. മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പാൻ ചൂടായിട്ട് ഓയിൽ ഒഴിച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവേ. ഞാനിവിടെ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് റാപ്സ് ഓയിലിൻ്റെ എണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇത് ചൂടായി കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഇച്ചിരി ഇച്ചിരി ആയിട്ട് ഇട്ട് കൊടുക്കാം. പുറത്ത് നല്ല തണുപ്പുണ്ട് കേട്ടോ. നമ്മളിപ്പം പുറത്ത് പോയിട്ട് വന്നതാണ്. നല്ല തണുപ്പുണ്ട് പുറത്ത്. അതാണ് കേട്ടോ ഞാൻ ഫുൾ വീഡിയോ ഒന്നും എടുക്കാതിരുന്നത്. കൈയൊക്കെ നല്ല വേദനയായിരുന്നു തണുത്തിട്ട്. നമുക്കിവിടെ സാധാരണ ഇന്ത്യൻ സ്റ്റോറിൽ നമുക്ക് ഫ്രോസൺ ആയിട്ടുള്ള സ്നാക്സ് ഒക്കെ കിട്ടാറുണ്ട്. നമ്മുടെ ഉണ്ണിയപ്പം, പിന്നെ നെയ്യപ്പം, പരിപ്പുവട, ഉഴുന്നുവട, അതെല്ലാം കിട്ടാറുണ്ട് കേട്ടോ. നമ്മളത് ഇടയ്ക്കേ വാങ്ങിക്കാറുള്ളൂ. അങ്ങനെ വാങ്ങിക്കാറില്ല കൂടുതലും. നമ്മൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇടയ്ക്ക് ഇങ്ങനെ കഴിക്കാനായിട്ട് ആഗ്രഹം തോന്നുമ്പോൾ നമ്മളിങ്ങനെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്കിനി ഉണ്ടാക്കാം. ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുവാണ്. നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കഴിയുമ്പം ഞാനിത് തിരിച്ചിട്ട് കൊടുക്കും. എന്നിട്ട് നമുക്ക് എടുക്കാവേ. ഇതിപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തേ. എന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. ഞാൻ കുറച്ചൊക്കെ ഫ്രൈ ചെയ്തെടുത്ത് ബാക്കിയൊക്കെ ഇപ്പം ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഭയങ്കര എളുപ്പമാണ് കേട്ടോ ഈ ഒരു ഉള്ളിവട ഉണ്ടാക്കാനായിട്ട്. നമുക്കിപ്പോൾ നാട്ടിൽ എന്തെങ്കിലും ഒരു സ്നാക്സ് കഴിക്കണമെന്ന് തോന്നിയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് തന്നെയാണ് ഇത്. ഞാനിതിപ്പോൾ 2 സവോള വെച്ചാണ് ഇതുണ്ടാക്കിയത്. വലിയ സവോളയായിരുന്നേ 2 എണ്ണം. നമ്മളിപ്പം കഴിക്കും. പിന്നെ നമ്മുടെ നൈബറിന് നമ്മൾ ഇച്ചിരി കൊടുക്കുവേ. അപ്പം നമ്മുടെ അക്വേറിയത്തിൽ പുതിയ ചെമ്മീൻ കുഞ്ഞുങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇച്ചിരി വലുതായിട്ടുണ്ട്. കുറച്ചൊക്കെ ഉണ്ട്. ചിലതെല്ലാം ഈ ചെടിയുടെ ഇടയ്ക്ക് ഹൈഡ് ചെയ്തിരിക്കുവാണ്. ഇവിടെ ഒരു ബ്ലാക്ക് ഉണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ.